ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2013 ഒരു കൊറിയൻ മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മോണ്ടേജ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവി നിങ്ങൾ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ ത്രില്ലടിപ്പിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാം. ഈ കൊറിയയിലെല്ലാം ഒരു നിയമമുണ്ട്. ആരെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ട് അയാളെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കേസ് തുടങ്ങി 15 വർഷത്തിനുള്ളിൽ ആ ഒരാളെ പിടിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കേസ് പിന്നെ പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം പറയാനായിട്ടൊരു കാരണമുണ്ട്. അതെന്തായാലും മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ചിയാങ്ങിനെയാണ്. ചിയാങ് ഒരു ഡിറ്റക്റ്റീവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോ ചിയാങ്ങും അവൻ്റെ ഒരു സുഹൃത്തും കൂടി ചേർന്നിട്ട് ഒരു വീടിന് മുന്നിലേക്ക് ഇങ്ങനെ പോവാണ്. എന്നിട്ട് ഡോറിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കും അകത്ത് നിന്നൊരു ലേഡി കഥ തുറക്കുന്നു. അവളുടെ പേര് ഹാ എന്നാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും ആ ഒരു ഫ്രണ്ടും ഹായുടെ വീടിനകത്തേക്ക് കയറുന്നതും അവളുടെ വീടിനകത്ത് ഒരുപാട് ക്രൈം ഫയൽസ് ഉണ്ട്. അതെല്ലാം രണ്ടുപേരായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ വന്ന ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്താണ് കാരണം എന്ന് വെച്ചാല് ഹായുടെ മകളെ 15 വർഷങ്ങൾക്ക് മുന്നേ ആരോ ഒരാൾ തട്ടിക്കൊണ്ടുപോയി. ഇത്രയും നാളായിട്ടും മകളെ കണ്ടുകിട്ടിയിട്ടില്ല. ആ ഒരു കേസാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ കയ്യിലും വന്നിരുന്നു. ഹീറോ ആണെങ്കിൽ ആ ഒരു കേസ് അന്വേഷിച്ച് ഹായുടെ മകളെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ഒരു കില്ലർ ആ ഒരു പെൺകുട്ടിയെ കൊന്ന് രക്ഷപ്പെടുകയും ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്കായാലും ആ ഒരു കേസും പൂർത്തിയാകാൻ കഴിഞ്ഞില്ല. ഇത്ര വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഹായെ കാണാനായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഹായ് ആണെങ്കിൽ തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു കൊലയാളിയെക്കുറിച്ചും ആ ഒരു കേസിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അവൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയും ഹീറോയുടെ സുഹൃത്തും ഇപ്പോൾ ഹായുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഇവര് രണ്ടുപേരും അവിടെ എല്ലാം നോക്കുന്ന സമയത്താണ് ഹീറോയുടെ സുഹൃത്തുണ്ടല്ലോ അവനൊരു ടേപ്പ് എങ്ങനെ കിട്ടുന്നു. അതങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും കാണാതെ പോയിട്ടുള്ള ഹായുടെ മകളുണ്ടല്ലോ അവള് കരയുന്ന ശബ്ദമല്ല ഇങ്ങനെ കേൾക്കാണ്. ഇത് കേൾക്കുന്നതും അവൻ പെട്ടെന്ന് അതങ്ങ് ഓഫ് ആക്കുന്നതും ഹായ് ആണെങ്കിൽ അല്ല ഡിറ്റക്റ്റീവ്, നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ട് കിട്ടിയോ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ഞങ്ങളിപ്പോൾ വന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു ഫ്രണ്ട് ആണെങ്കിൽ പെട്ടെന്ന് അല്ല മാഡം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ മകളുടെ കേസ് ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞാലേ 15 വർഷം തികയും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു രീതി ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. ഏതെങ്കിലും ഒരു കേസ് സോൾവ് ആവാതെ 15 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കേസ് പിന്നീട് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു കുറ്റവാളി നമ്മുടെ മുന്നിൽ വന്ന് നിന്നാലും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നത് ഹായ് ആണെങ്കിലും ഹേയ് നിങ്ങളിപ്പോ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഹാ ഞങ്ങൾക്ക് വേറെ തെളിവുകളൊന്നുമില്ല, അതുകൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്കും തെളിവുകളല്ലേ വേണ്ടത്, ഇതാ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവൾ ശേഖരിച്ച ആ ഒരു തെളിവുകളെല്ലാം അവരുടെ മുന്നിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതും ഇവർക്ക് രണ്ടുപേർക്കായാലും ആ ഒരു തെളിവുകളൊന്നും വെച്ചിട്ട് ആരെ അറസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് രണ്ടുപേരും ഇതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് വെളിയിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് ഹായ് ആണെങ്കിൽ അവരുടെ പുറകെ വന്നിട്ട് ഡിറ്റക്റ്റീവ് പ്ലീസ്, നിങ്ങളാണ് എന്നോട് സത്യം ചെയ്തു തന്നത്, എന്റെ മകളെ കൊന്ന ആ ഒരു കൊലയാളിയെ നിങ്ങൾ കണ്ടുപിടിച്ച് തരുമെന്ന്, ആ ഒരു വാക്ക് എനിക്ക് പാലിച്ചു തരണമെന്നെല്ലാം അവളിങ്ങനെ കരഞ്ഞ് പറയുന്നതും നമ്മുടെ ഹീറോ ആയാലും ഇനിയിപ്പോൾ ആ ഒരു കുറ്റവാളിയെ കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം ഇത്രയും കൊല്ലമായിട്ട് ഏകദേശം ഈ ഒരു 15 വർഷമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ ഒരു കുറ്റവാളിയെ ആ ഒരു കേസും വെറും 7 ദിവസം കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാനാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവന് വിഷമിച്ച് കാറ് കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഹൈവേയുടെ നടുവിൽ കാറ് കൊണ്ട് അങ്ങനെ നിർത്തുന്നതും ഇവിടെയാണ് ഹായുടെ മകള് മരിച്ചുപോയത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെ പറ്റി നമ്മുടെ ഹീറോ ആയാലും മൈൻഡിൽ അങ്ങനെ ആലോചിച്ച് നോക്കി കുറച്ചു നേരം അവിടെ എങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് താഴെ ഒരു ഫ്ലവർ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ അത് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ഹൈവേ ആണ്. അങ്ങനെയാണെങ്കിൽ ആരോ ഒരാൾ ഇവിടെ കാർ നിർത്തിയിട്ട് ഈ ഒരു ഫ്ലവർ ഇവിടെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതുമല്ലാതെ ഇത് ഹായുടെ മകൾ മരിച്ചുപോയ ആ ഒരു സ്ഥലം കൂടിയാണ്. ഒരുപക്ഷെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹാ തന്നെയായിരിക്കും ഈ ഒരു പൂ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഹായെ വിളിച്ച് ഈ ഒരു കാര്യം തിരക്കുമ്പോഴത്തേക്കും അവള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്തേക്ക് എനിക്ക് വരാൻ പോലും കഴിയത്തില്ല, പിന്നെ ഞാനങ്ങനെ അവിടേക്ക് കൊണ്ടുവയ്ക്കും, അവിടേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ എന്റെ മകളുടെ ഓർമ്മയായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ എന്തായാലും അവളല്ല ഇത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടി മരിച്ചു കിടന്ന ഈ ഒരു സ്ഥലത്തെ പറ്റി എനിക്കറിയാം, അതേപോലെ തന്നെ ഹായുടെ അമ്മയ്ക്കറിയാം, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്ത കൊലയാളിക്കും അറിയാം. അപ്പോൾ ഇവരെ രണ്ടുപേരും അല്ല ഈ ഒരു പൂ വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കില്ലർ തന്നെയാണ് ഈ ഒരു പൂ ഇവിടെ വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ ഒരു പൂവിലേക്ക് നല്ലതുപോലെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പൂവ് നല്ലപോലെ വാടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 10-15 മണിക്കൂർ മുമ്പേ ആയിരിക്കണം ഈ ഒരു പൂ ഇവിടെ വെച്ചിട്ടുള്ളത്, അതും രാത്രി സമയത്ത്. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ അവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ റോഡിലായിട്ടൊരു CCTV ഇരിക്കുന്നത് കാണുന്നത്. ആഹാ കില്ലറെ, നിന്നെ ഇത് പിടിച്ചിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കില്ലറിന് ഈ ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അത് എന്തായാലും അറിഞ്ഞാലേ കാര്യമുള്ളൂ. അതുകൊണ്ട് നേരെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് CCTV എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഹീറോ വിചാരിച്ചതുപോലെ തന്നെ രാത്രി ഏകദേശം 1 മണിയാകുമ്പോഴത്തേക്കും ആ ഒരു കില്ലർ അടുത്തുള്ള കാടിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ആ പെൺകുട്ടി മരിച്ചെടുത്ത് പൂവും വെച്ചിട്ട് തിരിച്ച് ആ ഒരു കാട് വഴി തന്നെ അകത്തേക്ക് പോവുകയും ചെയ്യുന്നു.
അതുമല്ലാതെ അവിടെ ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ആ ഒരു ക്യാമറയിലേക്ക് അവൻ ശ്രദ്ധിച്ചിങ്ങനെ നോക്കുന്നതും അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അവന്റെ മുഖം വ്യക്തമായിട്ട് അറിയാനും കഴിയുന്നില്ല. അങ്ങനെ അവൻ ക്യാമറയിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ എന്നെ കണ്ടുപിടിക്കുക എന്ന് വെല്ലുവിളിച്ചിട്ടാണ് എന്തായാലും അവൻ പോയിരിക്കുന്നത്. നീ ഇത്രയും കാണിച്ചല്ലേ, എന്തായാലും ഈ ഒരു വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയും അവനെ പിടിക്കാനായിട്ട് തന്നെ തയ്യാറെടുത്ത് വരികയാണ്. എന്നിട്ട് നേരെ അവൻ വന്ന ആ ഒരു വഴിയുണ്ടല്ലോ, ഹൈവേയുടെ അടുത്തുള്ള ആ ഒരു കാടിനുള്ളിലൂടെ അവിടെയെല്ലാം അന്വേഷിക്കുന്ന നടന്നു വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ കാടിനുള്ളിൽ എവിടെയെങ്കിലും ആ ഒരു കാർ സ്റ്റോപ്പ് ചെയ്തിട്ടായിരിക്കണം ഇതിലേ നടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഫ്രണ്ടും നമ്മുടെ ഹീറോയും ആ കാടിനുള്ളിലെല്ലാം നല്ല ഇതിൽ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അവസാനം ഒരിടത്ത് വെച്ചിട്ട് ആ ഒരു കാറിന്റെ ടയർ പാടം അവർ കാണുന്നത്. അവൻ എങ്ങനെയായിരിക്കും വന്നതെന്നിങ്ങനെ ചിന്തിക്കുകയാണ്. കാർ ഇവിടെ നിർത്തിയിട്ട് ഈ ഒരു വഴിയെ നടന്ന് ഹൈവേയിലേക്ക് വന്ന് ആ ഒരു പൂവും വെച്ച് ഈ ഒരു വഴിയായിരിക്കണം അവൻ തിരിച്ചു പോകാൻ സാധ്യത. കാരണം ആ ഒരു വഴി അധികം അങ്ങനെ CCTV ഒന്നുമില്ല. കാരണം അതൊരു ബ്ലൈൻഡ് സ്പോട്ടാണെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രണ്ട് ചോദിക്കും, അല്ല അതെങ്ങനെ ശരിയാവും, അതൊരു ബ്ലൈൻഡ് സ്പോട്ടാണ്, CCTV ക്യാമറ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മുടെ ഹീറോ പറയും അവൻ എന്തായാലും ഇവിടെ കാർ നിർത്തിയിട്ട് ആ റോഡിലേക്ക് വന്ന് ഫ്ലവറും വെച്ച് തിരിച്ച് കാറിനടുത്തേക്ക് നടന്നു ചെല്ലുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1:45 ആയി കാണും. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ആ ഒരു വഴിയെ ഏതൊക്കെ കാറുകൾ പോയിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കാരണം കാറിനുള്ളിൽ എന്തായാലും ഡാഷ് ക്യാം കാണും. ആ ഒരു സമയത്ത് ആ ഒരു വഴിയെ ഏതെങ്കിലും കാറുകൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറിന്റെ ഡാഷ് ക്യാമിൽ എന്തായാലും കില്ലറിന്റെ കാറും പതിഞ്ഞു കാണുമല്ലോ. അങ്ങനെ അവന്റെ കാറിന്റെ നമ്പറും കിട്ടും എന്നുള്ള രീതിയിൽ ഒരു വേറെ ലെവൽ ഐഡിയ ഇങ്ങനെ പറയുന്നത്. ഇവർ ആ ഒരു രീതിയിൽ ഇങ്ങനെ അന്വേഷിക്കുകയാണ് ഏതൊക്കെ കാർ ആ ഒരു വഴിയെ പോയിട്ടുണ്ട്, അതുമല്ല അതിൽ ഡാഷ് ക്യാമുള്ള കാറുകൾ ഏതൊക്കെയാണ് എന്നെല്ലാം അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഇവർക്കൊരു കാർ കിട്ടുന്നത്. ആ ഒരു കാറിന്റെ ഡാഷ് ക്യാം ഇവർ പരിശോധിക്കുന്നതും കറക്റ്റ് 1:53 ഒരു ബ്ലാക്ക് കളർ കാറ് ആ ഒരു കാറിന്റെ എതിർവശത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാറിന് നമ്പർ പ്ലേറ്റ് ഇല്ല. എന്തായാലും ആ ഒരു കില്ലറിന് അറിയാലോ, അതുകൊണ്ട് അവൻ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടാണ് ആ ഒരു കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? കാരണം അവൻ ആ ഒരു കാറും കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു വഴിയെ പോയി കാണും. ഇനി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ വീണ്ടും ആ ഒരു വീഡിയോ ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ആ ഒരു കാറിൽ ഒരു സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുള്ള കാർ ഏതൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ആ ഒരു രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും എത്ര ദിവസം ഒന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കാറുകൾ ഇങ്ങനെ അന്വേഷിക്കാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു ദിവസം നമ്മുടെ ഹീറോയുടെ മുന്നിൽ അവൻ കണ്ടതുപോലെ തന്നെ ഒരു കറുത്ത കാർ ഇങ്ങനെ കിടക്കുന്നത്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാറിൽ നമ്പർ പ്ലേറ്റ് ഉണ്ട്. അതുമല്ല നമ്മുടെ ഹീറോയുടെ കയ്യിലാണെങ്കിൽ ആ ഒരു കാറിന്റെ ടയർ മാർക്കെല്ലാം ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ടയർ മാച്ച് ആവുന്നു. അതേപോലെ തന്നെ ആ ഒരു വിൻഷീൽഡിൽ ഹീറോ കണ്ടതുപോലെ തന്നെ ആ ഒരു സ്റ്റിക്കറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ആ ഒരു കില്ലറിന്റെ കാർ എന്ന് നമ്മുടെ ഹീറോ മനസ്സിലാകും. ഓക്കെ, കാർ എന്തായാലും ഇവിടെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഒരു കില്ലർ ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞ് ഹീറോ അവിടെ എല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും മഴ പെയ്യുന്നുണ്ട്. അതേസമയം ഒരുത്തൻ ഒരു കുടയും വെച്ചിട്ട് കുറച്ച് ദൂരെയായിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ നോക്കി നിൽക്കാണ്. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് നടന്നു പോകുന്നതും ഇവൻ തന്നെ ആയിരിക്കും കില്ലർ എന്ന് പറഞ്ഞിട്ട് അവനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് നല്ല ഇതിൽ മഴയും കൂടി പെയ്യല്ലേ. അതേപോലെ ഒരുപാട് പേര് കുടയും കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ആ ഒരു കില്ലറിനെ നമ്മുടെ ഹീറോയ്ക്ക് പിടി കിട്ടുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ അവനെ കണ്ടുപിടിച്ച് അവന്റെ പുറകെ തന്നെ പോകുമ്പോഴത്തേക്കും ഒരവസരത്തിൽ അവൻ കുടയും കളഞ്ഞ് ഓടാൻ തുടങ്ങും. അവനെ ഫോളോ ചെയ്ത് ഒരുപാട് ദൂരം ചെല്ലുമ്പോൾ ഇവൻ ആളുകളുടെ ഇടയിലേക്ക് കയറിയിട്ട് വീണ്ടും ഒളിച്ച് എവിടെ ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഹീറോ അവിടെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇവൻ ഏതെങ്കിലും ഒരു ഷോപ്പിനകത്ത് കയറി ഒളിച്ച് നിൽപ്പുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഓരോ ഷോപ്പ് തുറന്ന് നോക്കി ആ ഒരു കില്ലർ അവിടെ ഉണ്ടോ ഇല്ലെന്ന് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു റെസ്റ്റോറന്റിനകത്ത് നനഞ്ഞ ഒരു കുടയൊരുപ്പുണ്ട്. അതേപോലെ തന്നെ അതുമല്ലാതെ അതിനടുത്തായിട്ട് തന്നെ ഒരുത്തൻ ന്യൂസ് പേപ്പർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. ആഹാ, മഴയത്ത് ന്യൂസ് എല്ലാം വായിച്ചിരിക്കാണല്ലോ, ഇന്ന് അതിന്റെ മുഖം കാണാന്ന് പറഞ്ഞു ഓടി അടുത്തേക്ക് ചെന്ന് ന്യൂസ് പേപ്പർ ഇങ്ങനെ മാറ്റാനായിട്ട് വരുന്നതും അവൻ വീണ്ടും ആ ഒരു റെസ്റ്റോറന്റിലുള്ള ലേഡിയെല്ലാം തള്ളിക്കളഞ്ഞിട്ട് അവൻ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ കില്ലർ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ അവളെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടി പോകുന്നതും ഹീറോ പുറകെ തന്നെ പോകുന്നുണ്ടല്ലോ. അപ്പൊ അവള് നോക്കുമ്പോഴത്തേക്കും ഹീറോ ഒരുത്തന്റെ പുറകെ പോകുന്നു. അപ്പൊ തന്നെ അവള് മനസ്സിലാക്കും എന്തായാലും കില്ലറിന്റെ പുറകെ തന്നെയാണ് അവന് ഓടി പോകുന്നതെന്ന്. പക്ഷേ നമ്മുടെ ഹീറോ എത്ര ഓടിയിട്ടും കില്ലറിനെ പിടിക്കാൻ കഴിയത്തില്ല. അതിന് മുന്നേ തന്നെ അവൻ കാറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ കാണിക്കുമ്പോഴത്തേക്കും ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അതുമല്ല ഇനിയിപ്പോ മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാലേ 15 വർഷം തികയും. അപ്പോഴേക്കും ഹായാലും ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല, ഇനിയും 2 മണിക്കൂറുണ്ട്, ആ ഒരു നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് അവനെ പിടിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇനി അതിനൊന്നും കഴിയത്തില്ല. കാരണം അവർ നമ്പർ പ്ലേറ്റ് ഫേക്ക് ആയിരുന്നു. 2 മണിക്കൂർ കൊണ്ട് അവൻ ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു കേസ് ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവാണ് എന്നിങ്ങനെ നമ്മുടെ ഹീറോ പറയുന്നത്. ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ വിഷമിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇനി എന്തായാലും കേസ് അവസാനിച്ചു. അതുകൊണ്ട് തന്റെ കയ്യിലുള്ള തെളിവുകളും താൻ ശേഖരിച്ച എല്ലാ കാര്യങ്ങളും അങ്ങനെ കത്തിച്ചു കളയാണ്. കാരണം ഇതെല്ലാം വെച്ചിട്ട് ഇനി ഒരു കാര്യമില്ല. ഒരുപക്ഷെ ആ ഒരു കില്ലറിന്റെ മുഖം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു രേഖാചിത്രം അവർ വരച്ചിട്ടുണ്ട്. അതും ഇങ്ങനെ കത്തിക്കുമ്പോഴത്തേക്കാണ് അതും പതിയെ കത്തിക്കൊണ്ടിരിക്കുന്നു. അതേ സമയമാണ് നമ്മുടെ ഹീറോയെ പെട്ടെന്ന് വിളിക്കുന്നത്. എന്നിട്ട് അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇതേപോലെ എനിക്ക് സംശയമുള്ള കുറച്ച് ആളുകളുണ്ട്, അവരുടെ പേരുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം, അത് വെച്ചിട്ട് അവരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കാരണം സമയം എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഹീറോ ആയാലും ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു തെളിവുകളെല്ലാം പതിയെ പതിയെ കത്തിക്കൊണ്ടിരിക്കുന്നു.
പക്ഷെ എന്ത് പറ്റിയെന്തോ കത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു കില്ലറിന്റെ രേഖാചിത്രം ഉണ്ടല്ലോ അത് മാത്രം മൊത്തമായിട്ട് കത്തി തീരുന്നതിന് മുന്നേ തന്നെ മഴയും പെയ്യുന്നതുകൊണ്ട് ആ ഒരു ഫോട്ടോ മാത്രം ഇങ്ങനെ കിട്ടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്ക് അടുത്ത ദിവസം ഏതോ ഒരു ചെറിയ പയ്യനെ ആ ഒരു കില്ലർ ഇപ്പൊ ഫോളോ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെയാണ് അടുത്തായിട്ട് ആ ഒരു കില്ലർ തട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു ചെറിയ പയ്യൻ നടന്നു പോകുന്നതും അവനെ ഫോളോ ചെയ്ത് പടിക്കെട്ട് വഴി ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും അവനാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ കില്ലർ ഷൂലേസ് കെട്ടുന്നത് പോലെ അവിടെ കുനിഞ്ഞങ്ങിരിക്കും. അങ്ങനെ ആ ഒരു ചെറിയ പയ്യന് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് പെട്ടെന്ന് പേടിച്ച് ഓടാൻ തുടങ്ങുന്നതും കില്ലർ പുറകെ തന്നെ പോകുന്നുണ്ട്. അവനാണെങ്കിൽ അമ്മാന്നും പറഞ്ഞിട്ട് കരഞ്ഞ് ഓടി ചെല്ലുന്നതും അവന്റെ വീടിന് മുന്നിൽ അവന്റെ അമ്മയുണ്ട്. അതുകൊണ്ട് കില്ലറിന് അവനെ ഇപ്പോൾ പിടിക്കാൻ കഴിയത്തില്ല. അതുമല്ല ഇനി എന്തായാലും ആ ഒരു ചെറിയ പയ്യനെ അവൻ തട്ടിക്കൊണ്ടു പോകാനായിട്ട് നിൽക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ മറ്റൊരു കുട്ടിയെ അവൻ അന്വേഷിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു അപ്പൂപ്പൻ തന്റെ കൊച്ചുമകളെയും കൊണ്ട് അടുത്തുള്ള ഒരു പാർക്കിൽ കളിക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതേസമയം തന്നെ അപ്പൂപ്പന്റെ വീട് അടുത്തായതുകൊണ്ട് പെട്ടെന്ന് വീടിനകത്ത് നിന്ന് ഫോൺ റിങ് ചെയ്യുന്നതും അതെടുക്കാന്ന് പറഞ്ഞ് തന്റെ കൊച്ചുമകളെ വെളിയിലാക്കിയിട്ട് അപ്പൂപ്പൻ നേരെ അകത്തേക്ക് കയറി പോകുന്നതും പെട്ടെന്ന് കോൾ കട്ടാവുന്നു. അതുകൊണ്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും വീണ്ടും ഫോൺ റിങ് ചെയ്യാണ്. അങ്ങനെ വീണ്ടും വന്ന് ഫോൺ എടുക്കുമ്പോഴത്തേക്കും അത് വീണ്ടും കട്ടാവുന്നു. അപ്പോൾ എന്തായാലും തന്നെ ആരും പറ്റിക്കാണെന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ അങ്ങനെ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് തന്റെ കൊച്ചുമകളെ അവിടെ പാർക്കിൽ കാണാനില്ല. അപ്പൊ എന്തായാലും അത് ചെയ്തത് ആ ഒരു കില്ലർ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ അപ്പൂപ്പൻ പോലീസിനോട് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസ് ആണെങ്കിലും ആ ഒരു പാർക്ക് മുഴുവൻ ക്യാമറ എല്ലാം വെച്ചിട്ട് ഇവര് അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് ആ ഒരു കില്ലർ എന്തായാലും കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് പണവോ എന്തെങ്കിലും ആവശ്യപ്പെടും. അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും നമ്മുടെ അപ്പൂപ്പനായാലും പാർക്കിന്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ കില്ലർ അപ്പൂവനെ വിളിക്കാണ്. പക്ഷെ അപ്പൂപ്പന്റെ ഫോണിലല്ല, അതിനടുത്തായിട്ട് തന്നെ ഒരു കവറിൽ വേറൊരു ഫോൺ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പൂവൻ പെട്ടെന്ന് ആ ഒരു ഫോൺ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അതിൽ ആ ഒരു കൊച്ചുമകള് കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോഴേക്കും അപ്പൂപ്പൻ പെട്ടെന്ന് പോലീസുകാർക്ക് സിഗ്നൽ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതും പോലീസാണെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് പറയും, എനിക്ക് തോന്നുന്നു കില്ലർ എന്തായാലും അപ്പൂപ്പന്റെ അടുത്ത് നിന്നായിരിക്കും സംസാരിക്കുന്നത്. പോലീസ് അവനോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ട് കുട്ടിയെ കിട്ടാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒന്ന് റിയാക്ട് ചെയ്യേണ്ട, ഇവിടെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അവരകത്തിരിക്കുന്നതും നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ ആ ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം ഒരുപാട് നേരം കേട്ടിട്ട് കില്ലർ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങുകയാണ്. നിന്റെ കൊച്ചുമാള് എന്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവിടെ വീടിനകത്ത് ആ അപ്പൂപ്പന്റെ മകളുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ അമ്മ, അവരുടെ ഫോണിലേക്ക് ആ ഒരു കില്ലർ വിളിക്കുകയാണ്. അതുപോലെ കില്ലർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പോലീസുകാർ അതേപോലെ ട്രേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ലേഡിയനും പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ വെറുതെ വിടുന്ന് പറയുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞിനെ ഞാൻ വെറുതെ വിടാം. പക്ഷെ അതിനു മുന്നേ പോലീസിനോട് വല്ല ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, നിന്റെ കുഞ്ഞിനെ ഇവിടെ വെച്ച് തന്നെ ഞാൻ കൊല്ലും. ഇല്ല ഞാൻ ഒരിക്കലും പോലീസിനടുത്തേക്ക് പോകത്തില്ല എന്ന് അവളും ഇങ്ങനെ കള്ളം പറയും. അതേസമയം പോലീസാണെങ്കിൽ കില്ലർ എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കില്ലർ പറയും, ഓക്കെ ശരി, എനിക്ക് $50,000 വേണം, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മകളെ ഞാൻ വെറുതെ വിടാം എന്നിങ്ങനെ പറയുന്നതും ഒരു വിധത്തിൽ ഡീൽ ഉറപ്പിക്കാന്നുള്ള രീതിയിൽ സംസാരിച്ച് വരുമ്പോഴത്തേക്കാണ് ഈ വടുവന്മാരക്കാരി എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസുകാരന്റെ ഫോൺ നേരെ താഴേക്ക് വിട്ട് ആ ഒരു ശബ്ദം ആ ഒരു കില്ലർ കേൾക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കില്ലർ അവിടെ നിന്നും രക്ഷപ്പെട്ട് പോകുന്നതും തന്റെ മകളെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയിൽ ആ ഒരു അമ്മയും ബോധം കെട്ട് താഴെ വീഴാണ്. അതുമല്ല അപ്പോഴാണ് പോലീസിന് മനസ്സിലാവുന്നത് ആ ഒരു അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന്. അവരുടെ ഓപ്പറേഷൻ ആണെങ്കിൽ ഈ ഇടയ്ക്ക് കഴിഞ്ഞതേ ഉള്ളൂ. അതേസമയം തന്നെ പോലീസുകാരെല്ലാം വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു അപ്പൂപ്പൻ എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അപ്പൂപ്പനെ എവിടെയും കാണാനില്ല. അതേപോലെ തന്നെ ആ ഒരു ഫോൺ മാത്രം അവിടെയുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു കില്ലർ എവിടെ നിന്നാണ് വിളിച്ചതെന്നുള്ള ലൊക്കേഷൻ ഇവർ കണ്ടുപിടിച്ചു. അടുത്തുള്ള ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നാണ് വിളിച്ചത് എന്ന് പറയുന്നതും പോലീസ് എല്ലാവരും അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ചെന്നിട്ട് ഒരു കാര്യമില്ല, കില്ലർ എന്തായാലും രക്ഷപ്പെട്ട് കഴിഞ്ഞു, എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് വലിച്ച ഒരു സിഗരറ്റിന്റെ ബാക്കി ഭാഗം അവിടെ കിടപ്പുണ്ട്. അങ്ങനെ അതെന്തായാലും എവിഡൻസിന് വേണ്ടിയിട്ട് അവരെ എടുത്തു വെക്കുന്നതും അതേസമയം നമ്മുടെ ഹീറോ ഹായോട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ കാണിക്കണം. എന്താണെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ, ഇനി അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, ആ ഒരു കാര്യം ഇങ്ങനെ പറയുന്നതും അടുത്തത് കാണിക്കുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കില്ലർ ഒരു റെസ്റ്റോറന്റിൽ നിന്നാണല്ലോ രക്ഷപ്പെട്ട് പോയിട്ടുള്ളത്. ആ ഒരു റെസ്റ്റോറന്റിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അവിടേക്ക് വന്നിട്ട് അതിന്റെ ഓണറിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് അതേമേടെ ഒരുത്തൻ കുടയെടുത്തിട്ട് അകത്തേക്ക് വന്നു. പക്ഷെ അവന്റെ മുഖം ഞാൻ നല്ലതുപോലെ കണ്ടില്ല. ശരി, അവൻ എവിടെ ഇരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓണർ ആ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് അവിടെ ഒരു കുട ഇരിക്കുന്നത് അവളിങ്ങനെ കാണും. അങ്ങനെ ആ ഒരു കുടയെടുത്ത് ഹാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ആ ഒരു കുടയിൽ ഒരു ബാങ്കിന്റെ പേരുണ്ട്. അങ്ങനെ ആ ഒരു കുടയെടുത്ത് നേരെ ആ ഒരു ബാങ്കിലേക്ക് പോയിട്ട് ഇതുപോലുള്ള ഈ ഒരു കുട നിങ്ങൾ ആർക്കൊക്കെയാ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മേഡം, ഞങ്ങൾ ഈ ഒരു കുട VIP കസ്റ്റമറിന് മാത്രമേ കൊടുക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സോറി മേഡം, അതൊന്നും ഞങ്ങൾക്ക് വെളിയിൽ കൊടുക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല എന്ന് അവർ പറയുമ്പോഴത്തേക്കും കാശ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? അത് വാങ്ങാനുള്ള ഐഡിയ എന്തായാലും നമ്മുടെ ഹീറോയിന്റെ കയ്യിലുണ്ട്. കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഇങ്ങ് തന്നോളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ ആ ഒരു ജോലിക്കാരിയെ മാത്രം മാറ്റി നിർത്തിയിട്ട് അവർക്കെതിരെ പൈസ കൊടുക്കുന്നതും എല്ലാവരുടെയും ഡീറ്റെയിൽസ് ആർക്കൊക്കെയാണോ അവർ കുട കൊടുക്കുന്നത് അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മുടെ ഹായുടെ കയ്യിൽ കിട്ടുന്നതും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഹീറോയെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടാണ്. അതേ സമയമാണ് നമ്മുടെ ഹീറോ ആ ഒരു എവിഡൻസ് എല്ലാം കത്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഹീറോ തിരിച്ച് പറയുന്നതാണ് എല്ലാം ഇവിടെ വെച്ച് അവസാനിച്ച് ഇനിയൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വോയിസ് മെസ്സേജ് അവൻ ശ്രദ്ധിക്കത്ത് പോലുമില്ല. അങ്ങനെ നമ്മുടെ ഹായ് ആണെങ്കിൽ ഈ ഒരു കാര്യം വെറുതെ വിടത്തില്ല.
അവൾ അതിലെ ഓരോ അഡ്രസ്സുകളിലും പോയിട്ട് ആ ഒരു വീട്ടിലെല്ലാം നല്ല ഇതിൽ പരിശോധിക്കുന്നതും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു പഴയ വീട്ടിലേക്ക് അവൾ ഇങ്ങനെ കയറി ചെല്ലുന്നത്. അതുമല്ല അവൾ ആ വീടിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള കലണ്ടറിൽ ഒരു കാര്യം കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കില്ലറും 15 വർഷം വരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ തന്റെ ആ ഒരു കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് അവൻ അടുത്തൊരു കാര്യം ചെയ്യണമല്ലോ, അതുകൊണ്ട് അവനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തതുപോലെ ഈ കലണ്ടറിലെല്ലാം മാർക്ക് ചെയ്തു വെച്ചേക്കുന്നത് അവൾ ഇങ്ങനെ കാണുകയാണ്. അതേ സമയം കാണിക്കുമ്പോ ആഹാ, ആ ഒരു കില്ലർ ഇപ്പോ വീടിന്റെ വെളിയിലുണ്ട്. അതുപോലെ നമ്മുടെ ഹായ് ആണെങ്കിലും പെട്ടെന്ന് ഒരു കത്തിയെടുത്ത് അവനെ കുത്താന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പക്ഷെ ഹായ്ക്കാണെങ്കിലും നല്ല പേടി. പക്ഷെ ആ ഒരു കൊലയാളിയാണെങ്കിലും അവിടെ നിന്ന് പോകുന്നതും ഇത്രയും സംഭവങ്ങൾ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഇതുവരെ ഹീറോയോട് പറഞ്ഞിട്ടില്ല. അതേസമയം വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അപ്പൂപ്പന്റെ കൊച്ചുമോളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുമല്ല ഇപ്പോഴാണെങ്കിൽ അപ്പൂപ്പനെ കാണാനില്ല. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ആ ഒരു അപ്പൂപ്പന്റെ മകളാണെങ്കിലോ ഒരു ഹാർട്ട് പേഷ്യന്റും കൂടിയാണ്. കുട്ടിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ടൈമില്ല, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ പോലീസ് ആണെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യാണ്. അതേസമയം റോഡിലൂടെ ഒരു ട്രക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതിനകത്താണെങ്കിൽ ഒരു പെട്ടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ആ ഒരു കില്ലറിന്റെ ട്രക്കാണ്. അതുമല്ല ആ ഒരു പെട്ടിക്കുള്ളിലാണ് ആ ഒരു കുഞ്ഞുള്ളത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവന്റെ കൂടെ തന്നെ ഒരു പോലീസ് വണ്ടി പോകുന്നുണ്ട്. പക്ഷേ അവരറിയുന്നില്ലല്ലോ ഇതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ കില്ലറാണെങ്കിലും നല്ല സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു പെട്ടിക്കകത്തെ കുഞ്ഞ് കരയാൻ തുടങ്ങും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പോലീസ് ചിലപ്പോൾ ശബ്ദം കേട്ടാലോ. അതുകൊണ്ട് അവൻ പെട്ടെന്ന് വണ്ടി ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട് കാറിൽ നിന്നിറങ്ങി ആ ഒരു പെട്ടി തുറക്കുന്നതും ആ ഒരു പെൺകുട്ടിയാണെങ്കിലും രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ അങ്ങനെ ആ ഒരു കുട്ടിയെ പിടിച്ച് നിർത്തിയിട്ട് അവളുടെ വായിൽ ടേപ്പ് പൊടിച്ച് മര്യാദയ്ക്ക് മിണ്ടാതെ കിടന്നു എന്നും പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു പെട്ടിക്കുള്ളിൽ തന്നെ അടയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് അവൻ ആളൊന്നും ഇല്ലാത്ത സ്ഥലത്തോടെ തന്നെ വണ്ടി ഓടിച്ചിട്ട് പോവുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെയാണെങ്കിൽ ആ ഒരു കില്ലർ എപ്പോ വിളിക്കുമെന്ന് വെയിറ്റ് ചെയ്ത് അവരെല്ലാം ഫോണിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. അതേസമയം കില്ലർ പെട്ടെന്ന് വിളിച്ചിട്ടാണ് എന്താ പണം റെഡിയാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അതെ പണം എല്ലാം റെഡിയാക്കി, ആദ്യം എന്റെ മകള് അവൾക്കൊരു കുഴപ്പമില്ലാന്ന് എനിക്കറിയണം, അവളുടെ കയ്യിൽ ഫോൺ കൊടുക്ക് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഫോണൊന്നും കൊടുക്കാൻ കഴിയത്തില്ല. നിന്റെ വീടിനടുത്തൂടെ ഒരു വേസ്റ്റ് വണ്ടി വരും, ആ ഒരു വണ്ടിയിൽ പോയിട്ട് നോക്ക് നിന്റെ മകൾ എങ്ങനെയുണ്ടെന്ന് അതിലറിയാന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു അമ്മയാണെങ്കിലും പെട്ടെന്ന് പേടിച്ച് ഫോണും അവിടെ വെച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഓടാണ്. ഓടി റോഡിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഈ വേസ്റ്റ് എടുക്കാനായിട്ടുള്ള ഒരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അതവിടെ തടഞ്ഞു നിർത്തി പെട്ടെന്ന് ആ ഒരു വേസ്റ്റിലേക്ക് ഇറങ്ങി നല്ല ഇതിൽ പരിശോധിക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിന്നൊരു ഫോട്ടോ കിട്ടുന്നു. എന്താണെന്ന് വെച്ചാൽ കില്ലർ ഈ ഒരു അമ്മയുടെ മകളെ എവിടെയോ നിർത്തി ആ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കാണ് ആ ഒരു അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് സമാധാനമാവുന്നത്. അതേസമയം തന്നെ പോലീസ് ആണെങ്കിലും ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ അതിന്റെ പുറകിലുള്ള ആ ഒരു ചുമര് വെച്ചിട്ട് ഇതെവിടെ വെച്ചിട്ടായിരിക്കും എടുത്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഇതേപോലെ ഒരു കാര്യം 15 വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസ് ഇപ്പം മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പോലീസുകാർ നേരെ നമ്മുടെ ഡിറ്റക്റ്റീവായിട്ടുള്ള ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയോട് പറയുന്നതും ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഹീറോയ്ക്കും പെട്ടെന്ന് ഷോക്ക് ആവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതേപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവർക്കും ഫോൺ കോളും മറ്റു കാര്യങ്ങളും എല്ലാം വന്നിരുന്നത്. അതും സെയിം ടെക്നിക്ക് ആ ഒരു വേസ്റ്റ് എടുക്കുന്ന വണ്ടിയിൽ ഇതേപോലെ ഫോട്ടോ അയക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങള്. അങ്ങനെയാണെങ്കിൽ ഹായുടെ മകളെ ആരാണ് തട്ടിക്കൊണ്ട് പോയത് അതേ കില്ലർ തന്നെയായിരിക്കും ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ഈ എവിഡൻസ് എല്ലാം കത്തിക്കാനായിട്ട് വെച്ചപ്പോഴത്തേക്കും കുറെ ഒന്നും കത്തി പോയില്ലായിരുന്നല്ലോ മഴ പെയ്തതുകൊണ്ട്. അതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാർ ചോദിക്കുന്നത് അല്ല പണം വാങ്ങിയിട്ട് ആ ഒരു കില്ലർ കുട്ടിയെ വെറുതെ വിടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ ഹായുടെ മകളെ അവൻ കൊല്ലുമായിരുന്നു. അപ്പോൾ പോലീസുകാരൻ ചോദിക്കും ഒരു പക്ഷെ പണം ചോദിച്ചിട്ട് അവൻ എവിടെ വരാനായിരിക്കും പറയുന്നത്, അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ 15 വർഷങ്ങൾക്ക് മുന്നേയും ഇതേപോലെ തന്നെയാണ് $50,000 അവൻ ചോദിച്ചിട്ട് ഏകദേശം ഒരു വൈകുന്നേര സമയം ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്താണ് ആ ഒരു പണം കൊണ്ട് വെക്കാൻ പറഞ്ഞത്. ആണെങ്കിലും തന്റെ മകളെ രക്ഷിക്കാന്നുള്ള രീതിയിൽ പണം അവിടെ കൊണ്ട് വെക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളാണെങ്കിലും വേഷം മാറി അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റി നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം അവിടേക്ക് ഒരു ട്രെയിൻ വന്നു, അതിൽ ആ ഒരു കില്ലർ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരുപാട് പട്ടാളക്കാരാണ് അതിൽ നിന്ന് ഇറങ്ങിയത്. അവരുടെ കയ്യിലാണെങ്കിലും നിറയെ ബാഗുകളും എല്ലാവരും ഒരുമിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ആ ഒരു കില്ലറാണെങ്കിലോ ആ ഒരു പട്ടാളക്കാരെ പോലെ തന്നെ വേഷം മാറി ആ ഒരു ബാഗ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എന്നിട്ട് അവന്റെ ഫേക്ക് ആയിട്ടുള്ള ബാഗ് അവിടെ വെച്ചിട്ട് പോയെന്ന് നമ്മുടെ ഹീറോ ഈ ഒരു പോലീസുകാരനോട് പറയുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാർ ചോദിക്കും സാർ ആൾറെഡി അവൻ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തിനാ വീണ്ടും ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, അവനെ ആർക്കും പിടിക്കാൻ കഴിയത്തില്ല, ആ ഒരു അഹങ്കാരം കാരണമാണ് അവൻ വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ ഹീറോ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളെല്ലാം പോലീസുകാരൻ അപ്പുവന്റെ വീട്ടിലുള്ള ആ ഒരു പോലീസുകാരനോട് പറയുന്നതും കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ ആ ഒരു കില്ലർ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു അമ്മയാണെങ്കിൽ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേര സമയത്ത് $50,000 ആയിട്ട് ഞാൻ പറയുന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പണം കൊണ്ടുവന്ന് വെക്കണം എന്നും പറഞ്ഞ് ആ ഒരു കോൾ കട്ട് ചെയ്യുന്നതും നമ്മുടെ ഹീറോ പറഞ്ഞ കാര്യം തന്നെ ആ ഒരു കില്ലറും പറയുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു പോലീസുകാരൻ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
അതേസമയം നമ്മുടെ ഹീറോയും ആ ഒരു പോലീസുകാരൻ ഫ്രണ്ട് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഈ കില്ലർ പറഞ്ഞ ആ ഒരു സ്റ്റേഷന് മുന്നേ ഉള്ള സ്റ്റേഷനിൽ വന്നിട്ട് അവിടെയുള്ള ഒരു ട്രെയിനിൽ ഇങ്ങനെ കയറാണ്. കാരണം ഈ ഒരു ട്രെയിനാണ് അടുത്തായിട്ട് ആ ഒരു സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ ആ ഒരു കില്ലർ കാണുന്നുള്ള രീതിയിൽ ആ ട്രെയിനിനകത്ത് കയറി ഇവർ രണ്ടുപേരും ഇങ്ങനെ പരിശോധിക്കുകയാണ്. ഇവർ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ട്രെയിനിനകത്ത് ഒരുപാട് പട്ടാളക്കാർ ഇരിപ്പുണ്ട്. ഇത്തവണ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കില്ലർ എന്തായാലും രക്ഷപ്പെട്ടു പോകും. അതുമല്ല 15 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു കില്ലർ പണവും അടങ്ങിയ ആ ഒരു ബാഗായിട്ട് ഏത് വഴിയായിരിക്കും രക്ഷപ്പെട്ട് പോയിട്ടുള്ളത്, എന്തായാലും മെയിൻ ഡോർ വഴിയായിരിക്കത്തില്ല, അതുകൊണ്ട് മറ്റൊരു വഴിയായിരിക്കും എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു വഴിയെ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോഴും സംഭവിക്കുന്നു. കില്ലർ ആ ഒരു പട്ടാളക്കാരുടെ കൂടെ തന്നെ ഇറങ്ങി വന്ന് ബാഗും എടുത്തിട്ട് ഇവർ നിൽക്കുന്ന ആ ഒരു വഴി ഇങ്ങനെ പോകുന്നതും കില്ലറിനെ കണ്ട നമ്മുടെ ഹീറോയും ആ ഒരു ഫ്രണ്ടും അവന്റെ പുറകെ തന്നെ പോവാണ്. അവനാണെങ്കിൽ ഓടി ഓടി ഈ ട്രാക്കെല്ലാം കഴിഞ്ഞിട്ട് വലിയൊരു മതിലുണ്ട്, അതിനപ്പുറത്തേക്ക് ബാഗ് എടുത്ത് ഇങ്ങനെ എറിയും. പക്ഷെ പണം ഇപ്പൊ പ്രധാനമല്ല, അതിനു മുന്നേ കില്ലറിനെ പിടിക്കണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ചെന്ന് ആ ഒരു കില്ലറിനെ പിടിച്ചിട്ട് ആരെന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആഹാ, ഇവിടെ ഒന്നൊന്നര ടെസ്റ്റ് എന്താണെന്ന് വെച്ചാല് അത് ആ ഒരു കൊച്ചുമകളുടെ അത് ആ ഒരു അപ്പൂപ്പനായിരുന്നു. ചേട്ടാ, ഇതെങ്ങനെ ഈ ഒരു അപ്പൂപ്പൻ? അപ്പൊ തന്നെ അപ്പൂപ്പനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പൂപ്പൻ ഇപ്പൊ ചോദ്യം ചെയ്യാണ്. അപ്പോഴാണ് അപ്പൂപ്പൻ എന്താണ് നടന്നതെന്ന് ഇങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാല് അന്ന് ആ ഒരു കില്ലർ നമ്മുടെ അപ്പൂപ്പനെ കൂടി വിളിച്ചിരുന്നല്ലോ, ഇതേപോലെ തന്റെ കൊച്ചുമോൾ അവന്റെ കയ്യിലുണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പോലീസിന് സിഗ്നൽ കൊടുത്തു, പക്ഷെ പോലീസ് ഒരിക്കലും വന്നില്ല. അതുകൊണ്ട് ആ ഒരു കില്ലർ എന്നോട് അവൻ പറഞ്ഞൊരു സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാടിനുള്ളിൽ ഒരു പഴയ ഷെഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഷെഡിനകത്തേക്ക് ഞാൻ കയറി ചെന്നപ്പോൾ പെട്ടെന്ന് തന്നെ വെളിയിൽ നിന്ന് ഒരാള് ആ ഒരു ഷെഡിന്റെ കതകങ്ങ് മൂടി. അതിനകത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ആ ഒരു ഷെഡിന്റെ ഡോർ ഓപ്പൺ ആയി. അവിടെ നിന്ന് തിരിച്ച് നടന്ന് ഞാൻ എന്റെ കാറിനടുത്തേക്ക് വരുമ്പോൾ കാറിനകത്ത് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. നിന്റെ കൊച്ചുമാളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന ആ ഒരു പണം എനിക്ക് നീ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു പട്ടാളക്കാരെ പോലെ ഡ്രസ്സെല്ലാം മാറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് പണം എടുത്ത് അത് അവൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഗേറ്റിനപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. ഇങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അപ്പൂപ്പൻ ഇവരോട് പറയുമ്പോഴത്തേക്കും ഈ പോലീസുകാരാണെങ്കിൽ അത് വലിയ രീതിയിൽ വിശ്വസിക്കത്തില്ല. കാരണം എവിഡൻസ് ആയിട്ട് ഇവരൊരു സിഗരറ്റ് കുറ്റി എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു സിഗരറ്റ് കുറ്റിയിലെ നമ്മുടെ അപ്പൂപ്പന്റെ വിരലടയാളാണ് ഉണ്ടായിരുന്നത്. അതുമല്ലാതെ ആ ഒരു കില്ലർ ഇവരെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ആ ഒരു ശബ്ദമല്ല നമ്മുടെ അപ്പൂപ്പൻ സംസാരിക്കുന്നത് പോലെ ആ ഒരു വോയിസുമായിട്ട് നല്ല രീതിയിൽ മാച്ചിങ് ചെയ്യുന്നുണ്ട്. അതുമല്ലാതെ തന്റെ കൊച്ചുമാളെ കാണാതായതിനു ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ആ ഒരു അപ്പൂപ്പനായാലും പോലീസിനോട് കാര്യം പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു അപ്പൂപ്പൻ തന്നെയായിരിക്കും തന്റെ കൊച്ചുമാളെ കടത്തിക്കൊണ്ട് പോയത് എന്നുള്ള രീതിയിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും നമ്മുടെ ഹീറോയ്ക്ക് സത്യം അറിയാലോ എന്തായാലും അപ്പൂപ്പനല്ല ഇത് ചെയ്തത്, ഇതിന് പിന്നിൽ മറ്റൊരുത്തനുണ്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൂപ്പനാണ് ആ ഒരു പണം വേണ്ടതെങ്കിൽ ഈ ഗേറ്റിനപ്പുറത്തേക്ക് അത് വലിച്ചെറിയേണ്ട ആവശ്യമില്ല. അതുമല്ലാതെ കില്ലറാണെങ്കിലും ഈ ഒരു ടെക്നിക്ക് 15 വർഷങ്ങൾക്ക് മുന്നേ എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അപ്പൂപ്പനായിരിക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷെ അപ്പൂപ്പന്റെ ഫിംഗർ പ്രിന്റ് എങ്ങനെ ഈ ഒരു സിഗരറ്റ് കുറ്റിയിൽ വന്നു? അതുമല്ലാതെ ആ ഒരു സിഗരറ്റ് എങ്ങനെ ആ ഒരു ബൂത്തിലേക്ക് വന്നു? അതേപോലെ തന്നെ ആ ബൂത്തിനകത്ത് ഈ ഒരു സിഗരറ്റ് കുറ്റി അല്ലാതെ മറ്റൊരു എവിഡൻസോ ആർക്കും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കില്ലർ എന്തായാലും ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷെ അപ്പൂപ്പനാണ് ഇത് ചെയ്തതെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോൾ അപ്പൂപ്പൻ ആ ഒരു ഗ്ലൗസ് ഇടേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു അപ്പൂപ്പനെ കേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മനഃപൂർവ്വം ആ ഒരു കില്ലർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതാണ് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി. പക്ഷെ ഈ ഒരു കാര്യം പോലീസിനോട് പറയാന്ന് വെച്ചാൽ അവരാരും ഇത് കേൾക്കുന്ന ലക്ഷണമില്ല. കാരണം എല്ലാ എവിഡൻസും നമ്മുടെ അപ്പൂപ്പനെതിരായതുകൊണ്ട് അവർ അപ്പൂപ്പനെ തന്നെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതുമല്ലാതെ മറ്റൊരു തെളിവ് എന്താണെന്ന് വെച്ചാൽ ആ വേസ്റ്റ് എടുക്കുന്ന വണ്ടിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫോട്ടോയുടെ പുറകു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ചുമരാണെങ്കിൽ നമ്മുടെ അപ്പൂപ്പന്റെ പഴയ വീട്ടിലെ ചുമരാണത്. അതുകൊണ്ട് തന്നെ അപ്പൂപ്പൻ തന്നെ ആയിരിക്കും ഇത് ചെയ്തത്. അതുമല്ല കാണാതായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കേസ് വളരെ സീരിയസ് ആയിട്ട് അപ്പൂപ്പനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ഒരു കാര്യം ഒന്നും വിശ്വസിക്കാതെ നേരെ ഈ 15 വർഷങ്ങൾക്ക് മുന്നേ കില്ലർ സംസാരിച്ച ആ ഒരു വോയിസ് റെക്കോർഡും അതേപോലെ തന്നെ ഇപ്പൊ സംസാരിച്ച ആ ഒരു വോയിസ് റെക്കോർഡും തമ്മിൽ ഒരു വോയിസ് സ്പെഷ്യലിസ്റ്റിന്റെ കയ്യിൽ കൊടുത്ത് അതിങ്ങനെ പരിശോധിക്കാനായിട്ട് പറയുമ്പോഴത്തേക്കാണ് അയാൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിലൊരു വ്യത്യാസമില്ല, ഈ 2 ശബ്ദങ്ങളും ഒരാളുടെ തന്നെയാണെന്ന് അയാളും ഇങ്ങനെ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ 15 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കേട്ട ആ ഒരു ഓഡിയോ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, ഇപ്പൊ കേൾക്കുന്ന ആ ഒരു ഓഡിയോ ആണെങ്കിൽ അത്ര ക്ലിയർ അല്ല. ശരി, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് ഒരുപക്ഷെ ആ ഒരു കില്ലർ പഴയ ആ ഒരു റെക്കോർഡ് തന്നെയായിരിക്കും വീണ്ടും നിങ്ങളെ കേൾപ്പിച്ചു തന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ രണ്ടിലും കേൾക്കുന്ന വോയിസിന്റെ പുറകിലെല്ലാം ഒരു വണ്ടി പോകുന്നൊരു ശബ്ദമുണ്ട്. അത് ഇപ്പോഴുള്ളതും പഴയതും ഒരേപോലെ തന്നെയാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 15 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു ഓഡിയോ അവൻ ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് വേറൊരു ടെസ്റ്റ് ഇങ്ങനെ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ 15 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു കില്ലർ സംസാരിച്ച വോയിസ് റെക്കോർഡും മറ്റു കാര്യങ്ങളെല്ലാം പോലീസിന്റെ കയ്യിലാണ് ഉള്ളത്. ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആ ഒരു കില്ലറിന്റെ കയ്യിലേക്ക് കിട്ടും. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഓഡിയോയുടെ കോപ്പിയെല്ലാം നമ്മുടെ ഹായുടെ കയ്യിലും ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ടും അവളുടെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രണ്ട് ആണെങ്കിൽ അതെടുത്ത് പ്ലേ ചെയ്യുകയും ചെയ്തു. ആ ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം അതിൽ കേൾക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു കില്ലറിന് ഹായ്ക്കും എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ നേരെ ഹായുടെ വീട്ടിലേക്ക് ചെല്ലുന്നതും ആഹാ ഒരു 1.5 ടെസ്റ്റ് ഇവിടെ വീണ്ടും എന്താണെന്ന് വെച്ചാല് ആ ഒരു അപ്പൂപ്പന്റെ കൊച്ചുമാൾ ഇപ്പോൾ നമ്മുടെ ഹായുടെ കൂടെയാണ് ഉള്ളത്.
ചേട്ടാ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും, ഇവിടെ എന്താ നടക്കുന്നത്, അപ്പോൾ നീയാണോ യഥാർത്ഥ കില്ലർ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് നടന്ന കാര്യങ്ങളെല്ലാം അവൾ ഇങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബാങ്കിലേക്ക് ചെന്ന് ആ ഒരു കുട ആർക്കൊക്കെയാണ് കൊടുത്തത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയിട്ട് അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ വീട്ടിൽ പോകുമല്ലോ. ആ ഒരു സമയത്താണെങ്കിൽ കില്ലറിന്റെ വീട് അവൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അതുമല്ല, അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു കലണ്ടറിൽ 15 വർഷം എപ്പോൾ കഴിയുമെന്നുള്ള രീതിയിൽ ആ ഒരു കില്ലർ ആണെങ്കിലും ഡേറ്റ് എല്ലാം മാർക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. സത്യത്തിൽ ആ ഒരു വീട് ആരുടേതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ അപ്പൂപ്പന്റെ വീട് തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു അപ്പൂപ്പൻ തന്നെയാണ് തന്റെ മകളെ തട്ടിക്കൊണ്ട് പോയതെന്നും മനസ്സിലാക്കും. അതേ സമയം തന്നെയാണ് നമ്മുടെ അപ്പൂപ്പനും ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. പക്ഷേ അപ്പൂപ്പൻ ഒരിക്കലും അകത്തേക്ക് കയറത്തില്ല. ആണെങ്കിൽ അപ്പൂപ്പനെ കുത്താനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യുമായിരുന്നല്ലോ. അങ്ങനെ അവള് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ പെട്ടെന്ന് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി തന്റെ കൊച്ചുമകള് മകള് ഇവരോടൊപ്പം സന്തോഷമായിട്ട് കഴിയുകയും ചെയ്യുന്നു. കള്ളക്കിളവ വേറൊരു പെൺകുഞ്ഞിനെ കൊന്നിട്ട് അയാൾ ഇപ്പൊ തന്റെ കുടുംബത്തോട് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള ഹായ്ക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? കാണുന്നത് നമുക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് അയാളെ സമാധാനത്തോടെ ഇരുന്നൂടാ എന്നുള്ള രീതിയിൽ നമ്മുടെ തന്നെയാണ് അപ്പൂപ്പന്റെ കൊച്ചുമകളെ തട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരു പ്ലാൻ തന്നെ ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് അപ്പൂപ്പൻ അകത്തേക്ക് പറഞ്ഞു വിട്ട് അപ്പൂപ്പന്റെ കൊച്ചുമകളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അതുമല്ലാതെ 15 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു അപ്പൂപ്പൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, അതേപോലെ തന്നെ അപ്പൂപ്പനെ വട്ടം കറക്കാൻ വേണ്ടി അവളും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാണ്. അതുമല്ലാതെ അപ്പൂപ്പൻ ആ ഒരു ഷെഡിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും അപ്പൂപ്പൻ അതിനകത്തിട്ട് പൂട്ടിയിട്ട് കൊച്ചുമകളുടെ അടുത്തേക്ക് ചെന്ന് ഇതേപോലെ അപ്പൂപ്പ എന്നെ രക്ഷിക്കി എന്ന് നീ കരഞ്ഞ് പറയുന്നതും പറഞ്ഞ് ആ ഒരു കാര്യം ഒരു ടേപ്പിൽ റെക്കോർഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ അപ്പൂപ്പന്റെ പഴയ വീട്ടിലേക്ക് ചെന്ന് അന്ന് എടുത്തതുപോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കുന്നു. ഇതേപോലെ അപ്പൂപ്പനെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അപ്പൂപ്പന്റെ ഫിംഗർ പ്രിന്റ് ഉള്ള ആ ഒരു സിഗരറ്റ് കുറ്റി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മുടെ അപ്പൂപ്പനെ തന്നെ അവസാനം അറസ്റ്റും ചെയ്യിക്കുകയാണ്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയോട് അവളിങ്ങനെ പറയുന്നതും ഹീറോയ്ക്കാണ് ഇത് നല്ല ദേഷ്യം. ശരി, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോവോ? നീ ഇപ്പൊ എന്താ ഒരു കുഞ്ഞിനെ ചെയ്യാൻ പോന്നേ? ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അയാൾ എന്തായാലും ജയിലിൽ ശിക്ഷ അനുഭവിക്കണം. 10-15 വർഷം കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഒരു കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഹീറോ പറയും, നീ ഇപ്പോൾ ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത്, മര്യാദയ്ക്ക് കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു. ആ ഒരു കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിന്റെ അമ്മ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ? അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറയുമ്പോൾ നമ്മുടെ ആണെങ്കിൽ അതിൽ സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടിയെ അപ്പൂപ്പൻ തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ട് അയാളെ റിലീസ് ചെയ്യും. എന്റെ മകളെ കൊന്നതിന് അവൻ എന്തായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, ഓക്കെ, അയാൾ ഇപ്പോൾ ശിക്ഷ അനുഭവിക്കണം, അത്രയല്ലേ ഉള്ളൂ, നീ കുഞ്ഞിനെ എനിക്കിതാ, അയാൾക്ക് എങ്ങനെ ആ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാന്ന് ഞാൻ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഹീറോ നേരെ അപ്പൂപ്പനെ കാണാനായിട്ട് ജയിലിലേക്ക് തന്നെ ഇങ്ങനെ ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കും, അല്ല എന്തിനാ നീ നിന്റെ കൊച്ചുമോളെ തന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും, എന്താ ഡിറ്റക്റ്റീവ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? എന്റെ പേരക്കുട്ടിയെ ഞാൻ തന്നെ തട്ടിക്കൊണ്ടുപോകാനോ? ഒരിക്കലും ഇല്ല, ഞാൻ വീണ്ടും പറയാണ്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ ശരി, അത് ഞാൻ വിശ്വസിക്കാം. പക്ഷെ 15 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ മകളെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി കൊന്നില്ലേ? അത് നിങ്ങളല്ലേ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അപ്പൂപ്പന്റെ മുഖമല്ല ഇങ്ങനെ പതിയെ മാറാണ്. കൈ നീട്ടി ഒരെണ്ണം കൊടുക്കാനുള്ളത്. ഇയാളുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഇടിക്കാൻ തോന്നും. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും അറിയാത്തതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഇപ്പൊ നോക്ക്, നീ ചെയ്ത തെറ്റ് കാരണം നിന്റെ പേരക്കുട്ടി നിന്റെ മകളും നല്ല ഇതിൽ അനുഭവിക്കുന്നുണ്ട്. പോലീസ് ഓഫീസർ, എന്റെ കൊച്ചുമകളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനോ? നിന്റെ കൊച്ചുമകളെ എന്റെ കൂടെ തന്നെയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ മകളുടെ അടുത്തേക്ക് കൊണ്ടുവാക്ക്. അല്ല, ഞാൻ ഇതെന്തിട്ട് ചെയ്യണം? നിനക്ക് റിലീസായിട്ട് വെളിയിൽ സുഖമായിട്ട് കറങ്ങി നടക്കാൻ വേണ്ടിയോ? 15 വർഷങ്ങൾക്ക് മുന്നേ നീ ചെയ്ത ആ ഒരു കാര്യത്തിന് നീ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നീ അങ്ങ് സമ്മതിച്ചാൽ മാത്രം മതി. നിന്റെ കൊച്ചുമകളെ ഞാൻ നിന്റെ മകളുടെ അടുത്തേക്ക് തന്നെ കൊണ്ടെത്തിക്കും. എന്താ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പനായാലും വേറെ നിവർത്തിയില്ലാതെ സമ്മതിക്കുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിലും ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്യാണ്. സത്യത്തിൽ നമ്മുടെ അപ്പൂപ്പൻ ഹായുടെ മകളെ കടത്തിക്കൊണ്ട് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൂപ്പന്റെ സ്വന്തം മകളുണ്ടല്ലോ, അവൾക്ക് ഹാർട്ടിന് ഇതേപോലെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പണം ആവശ്യമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അപ്പൂപ്പൻ ഹായുടെ മകളെ തട്ടിക്കൊണ്ട് പോയത്. എന്നിട്ട് ഇതേപോലെ വൈകുന്നേരത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പണം കൊണ്ടുവയ്ക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോഴത്തേക്കും അന്ന് നമ്മുടെ പോലീസുകാരെല്ലാം കൂടി ചേർന്ന് ഫേക്ക് ആയിട്ടുള്ള പണമാണ് അവിടെ കൊണ്ട് വെക്കുന്നത്. ഈ ഒരു കാര്യം കൂടി ആകുമ്പോഴത്തേക്കും അപ്പൂപ്പന് അത്രയും ദേഷ്യമായി. അതുമല്ല, ഹായെ വിളിച്ച് അയാൾ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. നിന്റെ മകളെ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പണം എനിക്ക് കൊണ്ടു തന്നു. അത് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മകളെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹായ് ആണെങ്കിൽ അപ്പൂപ്പൻ പറഞ്ഞ ആ ഒരു പണം ആ ഒരു ഹൈവേയുടെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അതേ സമയം തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിലും ഈ ഒരു കാര്യം മനസ്സിലാക്കി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അപ്പൂപ്പൻ പെട്ടെന്ന് ഹായോട് പറയും, ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നിന്റെ മുഖം നല്ല ഇതിൽ മൂടണം. അതേപോലെ അവളങ്ങനെ ചെയ്യുന്നതും നമ്മുടെ അപ്പൂപ്പനാണെങ്കിലും പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഹൈവേയുടെ അടുത്തുള്ള ആ കാടുണ്ടല്ലോ അവിടേക്ക് കാർ കൊണ്ട് നിർത്തി ഹായുടെ മകളെ എടുത്ത് വെളിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് കണ്ണു തുറന്ന് അപ്പൂപ്പനെ തള്ളിക്കളഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൂപ്പനാണെങ്കിലും ആ ഒരു പെൺകുട്ടിയെ പിടിക്കാനായിട്ട് പുറകെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഓടുന്ന സമയത്താണ് ആ ഒരു പെൺകുട്ടി മലയുടെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് വീഴുന്നത്.
അങ്ങനെ വീഴുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആ ഒരു വഴിക്ക് വന്ന് അവൻ്റെ നിയന്ത്രണം വിട്ട് കാർ നല്ല രീതിയിൽ മറിയുകയും ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹായ് ആണെങ്കിലും വന്ന് തൻ്റെ മകളെ അങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് അവിടെ ഇരുന്ന് കരയുകയും ചെയ്യാണ്. അതേസമയം നമ്മുടെ അപ്പൂപ്പനാണെങ്കിലോ പുറകിലൂടെ വന്ന് ഹായുടെ കാറിൽ നിന്നും ആ ഒരു പണം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. അതിനുശേഷം തൻ്റെ മകൾക്ക് കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് അപ്പൂപ്പൻ ഒരു കൊച്ചുമകളുമായി ആ ഒരു ഫാമിലിയായിട്ട് അപ്പൂപ്പൻ സന്തോഷമായിട്ട് കഴിയുകയും ചെയ്യുന്നു. അങ്ങനെ ഇരുന്നാലും ഒരു കുഞ്ഞ് താൻ കാരണം മരിച്ചു എന്നുള്ള ആ ഒരു വിഷമം അപ്പൂപ്പൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുമല്ലാതെ അപ്പൂപ്പന് കാര്യങ്ങളെല്ലാം അറിയാൻ 15 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് എന്തായാലും ഇല്ലാതാവുമെന്ന്. അതുമല്ലാതെ ആ ഒരു പെൺകുട്ടി മരിച്ച ആ ഒരു സ്ഥലത്ത് വന്നിട്ട് അപ്പൂപ്പൻ ആ ഒരു പൂവെല്ലാം ആ ഒരു പെൺകുട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പൂവെല്ലാം അവിടെ വെച്ചിട്ടും പോകുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളും നമ്മുടെ അപ്പൂപ്പൻ ഹീറോയോട് ഇങ്ങനെ പറയുന്നതും എല്ലാ കാര്യങ്ങളും അപ്പൂപ്പൻ തന്നെ സമ്മതിച്ചത് കൊണ്ട് കോടതി ഇപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി അപ്പൂപ്പനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നു. അതുമല്ലാതെ അപ്പൂപ്പന്റെ കൊച്ചുമകളെയാണെങ്കിൽ ആ ഒരു അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ ഒരു അമ്മയ്ക്കും അത്രയും സന്തോഷമായി. അതേസമയം ഇവിടെ ഹായെ കാണിക്കുമ്പോഴത്തേക്കും ഹായ് ആണെങ്കിൽ ഒരു മരത്തിനടുത്തേക്ക് വന്നിട്ട് നിന്റെ മരണത്തിന് കാരണക്കാരനായ അയാൾക്ക് ഞാൻ ശിക്ഷ വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ ആ ഒരു മരത്തെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും അവൾക്കും ഇപ്പോൾ സമാധാനമായിരുന്നു കാണിച്ചുകൊണ്ട് മോണ്ടേജ് എന്ന് പറഞ്ഞ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരെയും ബൈ.